ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമാ ബഅദ്. ചോദ്യം: രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയും ഭാര്യയും ഉമ്മയുമുള്ള ഒരാളുടെ അനന്തര സ്വത്ത് എങ്ങനെയാണ് ഭാഗം വെക്കുന്നത്? ഉദാഹരണ സഹിതം ഒന്ന് വിശദീകരിക്കാമോ? സഹോദരങ്ങളെ, നമ്മൾ അനന്തരാവകാശം വീതം ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് മയ്യത്ത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള ശരീഅത്തനുസരിച്ചുള്ള ഇസ്ലാമിക നിയമങ്ങൾക്കനുസൃതമായിട്ടുള്ള വസിയ്യത്തുകളുണ്ടെങ്കിൽ അത് നടപ്പാക്കണം. അതോടൊപ്പം തന്നെ അതിൻ്റെ മുന്നോടിയായിട്ട് ആദ്യം കടം വീട്ടണം. മയ്യത്തിന് കടമുണ്ടെങ്കിൽ ആ കടം ഈ സ്വത്തിൽ നിന്നെടുത്ത് വീട്ടണം. അദ്ദേഹത്തിന് മക്കൾ അവരുടെ സ്വന്തം നിലക്ക് വീട്ടുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കടമുണ്ട് എങ്കിൽ ഈ സ്വത്ത് നിന്നെടുത്ത് വീട്ടുക. അത് കഴിഞ്ഞാൽ വസിയ്യത്ത് ശരീഅത്തനുസരിച്ചുള്ള ഇസ്ലാമിക തത്വങ്ങൾക്ക് അനുസൃതമായ വസിയ്യത്തുണ്ടെങ്കിൽ അത് നിർവഹിക്കുക. ബാക്കി സ്വത്ത് എന്ത് ചെയ്യണം? വീതം വെക്കണം. അത് ശരീഅത്തനുസരിച്ച് വീതം വെക്കുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞതനുസരിച്ച് തന്നെ വീതം വെക്കുകയാണ്, അനന്തര സ്വത്ത് ഭാഗം വെക്കുകയാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ മരണപ്പെട്ട വ്യക്തിക്ക് ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, രണ്ട് പെൺമക്കളും ഒരാൺകുട്ടിയുമുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യമായിട്ട് നമുക്ക് ഈ മയ്യത്തിൻ്റെ ഭാര്യയ്ക്ക് വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്തു നിസാ 12-ാം വചനത്തിൽ പറയുന്നത് ഫ ഇൻകാനലക്കും വലതുൻ, നിങ്ങൾക്ക് സന്താനങ്ങളുണ്ടെങ്കിൽ, അതായത് ഈ സ്വത്തിൻ്റെ ഉടമ അദ്ദേഹത്തിന് സന്താനങ്ങളുണ്ടെങ്കിൽ ഫലഹുന്ന സുമുനു മിമ്മാ തറക്തും, നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങൾ ഉപേക്ഷിച്ചു പോകുന്നതിൽ 1/8 ആകെ സ്വത്തിൻ്റെ 1/8. അതെപ്പോൾ മിൻ ബഅദി വസിയ്യത്തിൻ തൂസൂന ബിഹാ ഔദൈൻ, കടവും വസിയ്യത്തും ഒക്കെ നിർവഹിച്ച ശേഷം. അപ്പോൾ മൊത്തം സ്വത്തിൻ്റെ 1/8 ഭാര്യക്കുണ്ടായിരിക്കുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഉമ്മണ്ട്. ഉമ്മാക്കും ബാപ്പാക്കും, അതായത് മാതാപിതാക്കൾക്ക്, ഈ സ്വത്ത് മരണപ്പെട്ട വ്യക്തിയുടെ മാതാപിതാക്കൾക്ക് എത്രയാണ്? അത് വിശുദ്ധ ഖുർആൻ ഇതേ സൂക്തം 4-ാം അധ്യായം 11-ാം സൂക്തത്തിൽ പറയുന്നുണ്ട്. വലി അബവൈഹി ലികുല്ലി വാഹിദിൻ മിൻഹുമ സുദുസു, മാതാപിതാക്കൾ ഓരോരുത്തർക്കും 1/6 മിമ്മാ തറക്ക ഇൻ കാന ലഹു വലതുൻ, ഈ മരണപ്പെട്ട വ്യക്തിക്ക് സന്താനങ്ങളുണ്ടെങ്കിൽ മാതാവിനും പിതാവിനും ഓരോ ആളുകൾക്ക് വെവ്വേറെ തന്നെ സെപ്പറേറ്റായിട്ട് തന്നെ 1/6 വീതം നൽകണം. ഇവിടെ ഉമ്മ മാത്രമാണുള്ളത്, അപ്പോൾ ഉമ്മാക്ക് സ്വത്തിൻ്റെ 1/6 നൽകണം. ഇനി ഒരാൺകുട്ടിയും 2 പെൺമക്കളുമാണ്. അത് വിശുദ്ധ ഖുർആൻ ഇതേ സൂക്തത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നുണ്ട്. യൂസികുമുല്ലാഹു, അള്ളാഹു നിങ്ങളോട് വസിയ്യത്ത് ചെയ്യുന്നു ഫി ഔലാദിക്കും, നിങ്ങളുടെ സന്താനങ്ങളുടെ വിഷയത്തിൽ ലിദ്ദകരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ, 2 സ്ത്രീകളുടെ ഓഹരിയാണ് ഒരു പുരുഷനുണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ 2 പെൺമക്കളും ഒരാൺകുട്ടിയാണ് ഉള്ളത്. അപ്പോൾ ബാക്കി, അതായത് 8/1 ഭാര്യയ്ക്കും 6/1 ഉമ്മാക്കും കൊടുത്ത് ബാക്കി എന്ത് ചെയ്യണം? ഈ 2 പെൺകുട്ടികളും ഒരാൺകുട്ടിക്കും ഇടയിൽ വീതിക്കണം. ഏതുപോലെ? 2 പെൺകുട്ടികളുടെ ഓഹരി ഒരു പുരുഷന് എന്ന തോതിൽ. അപ്പം നമുക്ക് ഈ സ്വത്തിന് എന്ത് ചെയ്യാൻ പറ്റും? 48 പാർട്ടായിട്ട് തിരിക്കുക. ഒരു ഉദാഹരണം പറയാം. മരണപ്പെട്ട വ്യക്തിക്ക് കടങ്ങളും വസിയ്യത്തും നിർവഹിച്ച ശേഷം 48 ലക്ഷം ഉണ്ട് എന്ന് വിചാരിക്കുക. 48 ലക്ഷത്തിൽ നിന്ന് ആദ്യമായിട്ട് നമ്മൾ ഭാര്യയ്ക്ക് സ്വത്തിൻ്റെ 1/8, അതായത് 8/1 നൽകേണ്ടത് ഭാര്യയ്ക്ക്. അപ്പോൾ 6 ലക്ഷം, 48ൻ്റെ 8/1 എന്ന് പറഞ്ഞാൽ 6 ലക്ഷം. 6 ലക്ഷം നമ്മൾ ഭാര്യയ്ക്ക് മാറ്റി വെച്ചു. പിന്നെ സ്വത്തിൻ്റെ 1/6 ഉമ്മാക്കാണ്, മാതാവിനാണ്. അപ്പോൾ 48 ലക്ഷത്തിൻ്റെ 1/6 എന്ന് പറഞ്ഞാൽ 8 ലക്ഷമാണ്. അപ്പോൾ 8 ലക്ഷം ഉമ്മാക്ക് മാറ്റി വെച്ചു. അപ്പോൾ 8ഉം 6ഉം എത്രയാണ്? 14. അപ്പോൾ ഈ 48 ലക്ഷത്തിൽ നിന്ന് 14 ലക്ഷം കഴിഞ്ഞു. ബാക്കി 34 ലക്ഷമാണുള്ളത്. ഈ 34 ലക്ഷം ഒരു ആൺകുട്ടിക്ക് 2 പെൺകുട്ടികളുടെ ഓഹരി എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഒരാൺകുട്ടിയാണല്ലോ ഇവിടെ ഉള്ളത്, അദ്ദേഹത്തിന് 17 ലക്ഷം ഉണ്ടാകും. ഓരോ പെൺകുട്ടിക്കും 8.5 ലക്ഷം വീതം ഉണ്ടാകും. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.
അല്ലാഹു അഅലം വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.